നമസ്കാരം. തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ UDF സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് എത്തുകയാണ്. ആര്യാടൻ മുഹമ്മദിന്റെ മകൻ. കോൺഗ്രസിന്റെ മതേതര മുഖമായിരുന്നു ആര്യാടൻ മുഹമ്മദ്. ദേശീയ പ്രസ്ഥാനങ്ങളിലൂടെ എത്തി അദ്ദേഹം ഉയർത്തിക്കാണിച്ച മതേതര മൂല്യങ്ങൾ എന്നും ഓർമ്മിക്കുന്നതാണ്. പ്രത്യേകിച്ച് ആ ഒരു മതേതര മുഖം തന്നെയായിരുന്നു മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗുമായി ആര്യാടൻ മുഹമ്മദിനെ ഏറ്റുമുട്ടാൻ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് അത്ര കണ്ട് ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു ആര്യാടൻ മുഹമ്മദ് എന്നതാണ് യാഥാർത്ഥ്യം. ആര്യാടൻ മുഹമ്മദും മുസ്ലിം ലീഗ് നേതാക്കളും തമ്മിൽ പലപ്പോഴും പടലപ്പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം ലീഗിനെതിരെ പരസ്യമായി നിലപാട് സ്വീകരിക്കാൻ ആര്യാടൻ മുഹമ്മദ് എന്നും മുൻപന്തിയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്ത് എത്തുമ്പോൾ അതൊരു മതേതര മുഖം തന്നെയാണ്. ആര്യാടൻ മുഹമ്മദിൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് തനി കോൺഗ്രസ്സുകാരനായ ആര്യാടൻ ഷൗക്കത്ത് സജീവ രാഷ്ട്രീയം നയിക്കുന്നത്. മാത്രമല്ല, കലാവാസനയുള്ള അല്ലെങ്കിൽ കലാപ്രവർത്തനങ്ങളിൽ, സിനിമാ സംവിധാനത്തിൽ, തിരക്കഥയിലൊക്കെ തന്നെ തൻ്റേതായ മുഖമുദ്ര തെളിയിച്ചുകൊണ്ട് ദേശീയ അവാർഡുകൾ വരെ വാരിക്കൂട്ടിയ അത്തരത്തിലുള്ള ഒരു പ്രതിഭയാണ് ആര്യാടൻ ഷൗക്കത്ത്. പക്ഷേ രാഷ്ട്രീയത്തിൽ അദ്ദേഹം നിർഭാഗ്യവനായിരുന്നു. പലപ്പോഴും ഈ പാർലമെൻറ്റേറിയൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഗോതകളിൽ അദ്ദേഹത്തിന് പരാജയമായിരുന്നു പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ നിലമ്പൂരിലടക്കം അദ്ദേഹം മത്സരിക്കുകയും പലപ്പോഴും ജയിക്കുമെന്ന് തോന്നിപ്പിച്ചെങ്കിലും പലപ്പോഴും തോൽവിയാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇത്തവണ ആ ഒരു തോൽവി ജയമാക്കി മാറ്റാൻ തന്നെയായിരിക്കും ആര്യാടൻ ഷൗക്കത്ത് ശ്രമിക്കുക. ഒരുപക്ഷെ നിലമ്പൂരിലെ ജനങ്ങൾ സ്വീകരിച്ച് അദ്ദേഹത്തെ അവിടുത്തെ MLA ആക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ മതേതര മുഖം പലപ്പോഴും നിലമ്പൂരിലെ തീവ്ര മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ആര്യാടൻ ഷൗക്കത്തിന് ഒരു തിരിച്ചടി ഉണ്ടാക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നേരത്തെ ആര്യാടൻ മുഹമ്മദിനടക്കം അത്തരത്തിലുള്ള ചില തിരിച്ചടികൾ ലഭിച്ചതും നമ്മൾ ഓർക്കേണ്ടതാണ്. തീവ്ര മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ കോൺഗ്രസിലെ ഒരു മുസ്ലിം നേതാവ് എന്ന നിലയിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പലപ്പോഴും ഇത്തരത്തിലുള്ള നേതാക്കളെ ഉയർന്നു വരുന്നതിൽ ഒരു പക്ഷേ അത്തരത്തിലുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ തോൽപ്പിക്കാനുള്ള വ്യഗ്രത പലപ്പോഴും കാണിക്കാറുണ്ട്. എന്തായാലും ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിന് പറ്റിയ സ്ഥാനാർത്ഥി തന്നെയാണ്.